thesnim'sflavours എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റെസിപ്പി ഒരു ഐസ്ക്രീമാണ്, ഓറഞ്ച് ഐസ്ക്രീം. സാധാരണ ഓറഞ്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ എസൻസ് ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. ഞാനിവിടെ ഓറഞ്ച് ജ്യൂസ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഫ്രഷ് ജ്യൂസ് എടുത്തിട്ട് ചെയ്യണം. ഏകദേശം ഒരു 1/4 കപ്പ്, ഒരു കപ്പിൻ്റെ ഇടയിൽ ഫ്രഷ് ജ്യൂസ് എടുക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ഇതേപോലെയുള്ള ഓറഞ്ച് എടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് എടുക്കാം. ഞാനൊരു ഹാൻഡ് ജ്യൂസർ വെച്ചിട്ടാണ് എടുക്കുന്നത്. ഇതുപോലെ നടുവിൽ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഒരു കപ്പ് വിപ്പിംഗ് ക്രീം. ഞാൻ ഒരു കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഫിയോണയാണ്. ഇത് ബീറ്റ് ചെയ്യാം. ബീറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല തിക്കായിട്ടില്ല. ഇപ്പോൾ 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്. ഇത് നമ്മൾ ഓറഞ്ച് ജ്യൂസ്, വെള്ളമൊന്നും ചേർക്കാതെ എടുത്തിട്ടുള്ള ഓറഞ്ച് ജ്യൂസാണ്. ഏകദേശം 1 കപ്പുണ്ട്. ഓറഞ്ച് ജ്യൂസ് ചേർത്തതുകൊണ്ട് കയ്പ്പ് വരുമോ എന്നുള്ള ഒരു ടെൻഷനൊക്കെ ഉണ്ടാവും. അതൊന്നുമില്ല. നല്ല ടേസ്റ്റി, അല്ലെങ്കിൽ വെറുതെ പറയുന്നില്ല, നല്ല ടേസ്റ്റി ആയിട്ടുള്ള, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. പക്ഷെ നമ്മൾ ഫ്രിഡ്ജിൽ കുറച്ചധികം സമയം ഇത് സെറ്റാവാൻ വേണ്ടി വെക്കാനുണ്ട്. അത് മാത്രമേ കുറച്ച് സമയം വരുന്നുള്ളൂ. ബാക്കി പ്രൊസീജിയറെല്ലാം വളരെ ഈസിയാണ്. ഓറഞ്ച് കളറാണ്. ഇതിനി ഒരു ഗ്ലാസ് അങ്ങനെ പരന്നൊരു പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു വയ്ക്കാം. ഇതിനി നമുക്കൊന്ന് മൂടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. 2 മണിക്കൂറിന് ശേഷം ഒന്നും കൂടെ എടുത്തിട്ട് ബീറ്റ് ചെയ്യണം. ഐസ് ക്രിസ്റ്റൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് കളയാൻ വേണ്ടി നമുക്ക് ഒന്നുകൂടെ ബീറ്റ് ചെയ്യണം. നമുക്ക് ഇത് ഫ്രീസറിൽ വെക്കാം. രണ്ട് മണിക്കൂർ ആയിട്ടുണ്ട്. ഇതെടുക്കാം. ഇതിലിപ്പോൾ ഐസ് ക്രിസ്റ്റൽസ് ഫോം ചെയ്തിട്ടുണ്ടാകും. അത് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒന്നും കൂടെ ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മളിത് ശരിക്കും ഒരു 10 മണിക്കൂർ എങ്കിലും വെക്കേണ്ടി വരും. ഇതിനി അടച്ചു വെച്ച് 10 മണിക്കൂർ ഫ്രീസറിൽ വെക്കാം. പത്ത് മണിക്കൂർ കഴിഞ്ഞു. നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം.
ഈസി റെസിപ്പി അല്ലേ, എല്ലാവരും ട്രൈ ചെയ്യണം. എൻ്റെ ക്ലാസ് ഓൺലൈൻ ക്ലാസ്സിന് കുറേ പേര് വരുന്നുണ്ട്, രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി താല്പര്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതിയാവും.